രാവിലെ തന്നെ അച്ഛനും മോനും കുളം നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടനും അനിയത്തിയും അതെല്ലാം കുളമാക്കാനും ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആരൊക്കെയോ നമ്മുടെ മത്തിക്കറിയുടെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് അത് തന്നെ പിടിച്ചേക്കാം അല്ലേ. ഒരു അടിപൊളി കുരുമുളക് ഇട്ട് വറ്റിച്ച ഫിഷ് കറിയാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചീഞ്ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് ഉലുവയും ആവശ്യത്തിന് കുരുമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നെക്സ്റ്റ് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുക്കുക, തക്കാളി എടുക്കുക. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് ഉലുവി അതിലേക്ക് ആഡ് ചെയ്യുക. അത് തണിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്യുക. വേറെ ഒന്നുമില്ല, കുറച്ച് മഞ്ഞപ്പൊടി, അത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ആണ് ഇതിൽ കുറച്ചുകൂടെ കൂടുതലായി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മത്തി പൊരിക്കണുണ്ട് കേട്ടോ. അവിടെ മത്തി കൊതിയന്മാരെ തട്ടി നടക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ മത്തി മാത്രം കണ്ടാൽ പറ്റില്ല, മത്തി ഉണ്ടാക്കുന്ന ആളെ കണ്ടാവുകൊണ്ട് ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫേസോട് ഒന്ന് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അരപ്പുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ അരപ്പിലാണ് കറീൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത് ഗൈസ്. ഇനി വാ നമുക്ക് കറി ഉണ്ടാക്കാം. ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് അതിൽ ഉള്ളി ഇട്ടു. ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിർഭാഗ്യവശാൽ ഇവിടെ ചെറിയുള്ളി ഇല്ലായിരുന്നു. ഉള്ളി അത്യാവശ്യം വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ആ അരപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മിക്സിൻ്റെ ജാറോട് തുള്ളി അരപ്പ് പോലും പുറത്ത് പോരുന്നതുകൊണ്ട് അതിൽ വെള്ളം ഒഴിച്ച് കഴിക്കുക. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി, കാരണം നമുക്കിനി പുളി കലക്കി ഒഴിക്കാനുള്ളതാണ്. ആ ഉള്ളി മസാലയൊക്കെ കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ആകുമ്പോൾ ശരിക്കും കുരുമുളകിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങോട്ട് വരാണ്ട് കേട്ടോ. നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നുണ്ടോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊരു ഇച്ചിരി തള വന്നപ്പോഴത്തേക്കായിരിക്കും പുളി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങ് വെക്കുക. ഇനി അത് നന്നായി തിളച്ച് വരുന്ന വരെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മത്തി പൊരിച്ചതിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അത് വേണമല്ലോ, ഞാനാണ് ഇത് ഉണ്ടാക്കിയത്, എനിക്ക് തന്നെ ഒരു ഉറപ്പ് വേണ്ടേ. ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മീനിടുകയാണ്. എനിക്കിഷ്ടം കുറേ കറി ഉള്ളതല്ല, നന്നായിട്ട് വറ്റി വരണം. പക്ഷേ വൈശാഖിന് അത്യാവശ്യം കറി വേണം. അതുകൊണ്ട് നമുക്കൊരു മീഡിയത്ത് പിടിക്കാൻ വിചാരിച്ചു. വല്ലാണ്ട് വറ്റിക്കണില്ല, അത്യാവശ്യം കുറച്ചൊരു ഗ്രേവി ടൈപ്പ് തന്നെ നിന്നോട്ടെ എന്ന് വെച്ചു കേട്ടോ. ഇനി മത്തിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഞാനത് അടച്ച് വെച്ചു. പിന്നെ അതാ നേരെ പോയത് തുമ്പമ്മേൻ്റെ അടുത്തേക്കാണ്. ഇവളെ എന്തെങ്കിലും ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ഇണ്ണിക്കാമ്പും പൂളയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വരും, ഇളക്കി കൊടുക്കും, പോവും. അങ്ങനെയായിരുന്നു പരിപാടി. അങ്ങനെ നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് ഗൈസ്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇനി പച്ചവെളിച്ചെണ്ണ ഒറ്റിക്കാം. എന്താണെങ്കിലും മീൻകറി വെച്ച് കഴിഞ്ഞാൽ പച്ചവെളിച്ചെണ്ണ ഒറ്റിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലേ. മത്തിക്കറിയൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്കും കുട്ടി അട്ടത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതിനെ പിടിച്ച് താഴെയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഗൈസ്. മത്തി പൊരിച്ചതും മത്തി കുരുമുളക് കിട്ടുന്നതും അടിപൊളിയാണ്. നിങ്ങൾ അടുത്ത ദിവസം എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ മത്തി ലവറാണ് വൈശാഖൻ. ചിലപ്പോൾ എന്നെയാണോ മത്തിയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ചിലപ്പോൾ മൂപ്പര് മത്തി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ഡൗട്ട്. കല്യാണം കഴിച്ചാൽ കൈ കെട്ടി മക്കളുണ്ടായ വായി കെട്ടി എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, അമ്മ പറയണേ കേൾക്കാട്ടോ. അത് ശരിയാണ് കേട്ടോ. ഒരു മനുഷ്യന് മത്തി പൊരിച്ച് കൊടുക്കാത്ത വൈശാഖൻ മക്കൾക്ക് 2 പേർക്ക് അത് വായിലിട്ട് കൊടുക്കുന്നതിന് എനിക്ക് ചിരിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതാ സ്പെഷ്യൽ ജൂറി അവാർഡ് വരെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗൈസ്. എന്ത്